ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അങ്ങനെ ഓടി 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 ഒരു വിധം കല്യാണം അത് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, എനിക്ക് നല്ല ക്ഷീണമല്ലേ, ഉറക്കമില്ലാത്തതിൻ്റെയാണ് കേട്ടോ. കണ്ണൊക്കെ നല്ല വിജൃംഭിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി കയറിയ പാടന്നെ പുതിയ വാച്ച് കിട്ടിയതിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞ് സ്റ്റിക്കറൊന്ന് ഇളക്കി കളി എനിക്കൊന്ന് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കയ്യിൽ വന്ന് നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി വാച്ചിട്ടാണ്. നല്ല രസമുണ്ട്, ഉള്ളിലൊക്കെ നല്ല സ്റ്റോണായിട്ട്. അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ കാറിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ നല്ല അടിപൊളി വാച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താലിമാല എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ഓൾറെഡി നിക്കാഹ് കഴിഞ്ഞതാണ്, മഹറൊക്കെ കൊടുത്തതാണ്. അപ്പോൾ നമുക്കൊരു താലിമാല വേണമല്ലോ. അപ്പോൾ ഇതാണ് ട്രെൻഡ്, ഇങ്ങനത്തെ താലിയപ്പോൾ ട്രെൻഡ്. പക്ഷേ നമ്മൾ ഡെയിലി യൂസിന് പറ്റിയിട്ടുള്ള താലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ താലി ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ കാണിച്ചു തരാം. ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ കേരളയിലാണ് പോയത്, കേരള വടക്കേക്കാടുള്ള കേട്ടോ. മെയിനായിട്ട് എനിക്ക് തോന്നിയത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അരപ്പവനക്കൊക്കെ തന്നെ നല്ല ഓളമുള്ള, നല്ല എന്താ പറയുക, കാണുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തോന്നുന്ന സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 1 ഗ്രാമിൻ്റെ മാല, 1 ഗ്രാമിൻ്റെ ലോക്കറ്റ്, അങ്ങനെ നല്ല നല്ല രസമുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടുന്ന് 1 ഗ്രാമിൻ്റെ ഒരു മാല എടുത്തിട്ടുണ്ടായിരുന്നു. പറ്റുകയാണെങ്കിൽ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ താലിയുടെ മാലയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. എന്നാൽ അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള മാലകൾ വേറെ ഉണ്ട് കേട്ടോ, ബ്രൈഡിനൊക്കെ പറ്റിയിട്ടുള്ള. പിന്നെ നമുക്ക് ഡയമണ്ട് സെക്ഷനിൽ കണ്ടോ നല്ല സിമ്പിളായിട്ടുള്ള മാല. ഇത് എനിക്ക് നോക്കാൻ വേണ്ടി പോയപ്പോൾ നോക്കിയതാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം ഞാൻ എടുത്തുള്ള വേറൊരു മാലയാണ്. അപ്പോൾ പോയത് എവിടെക്കാന്ന് വെച്ചാൽ കേരളയ്ക്കാണ് കേട്ടോ. കേരള ഗോൾഡൻ ഡയമണ്ട്സ് വടക്കേക്കാടാണ് വരുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് താലിമാല കാണിച്ചു തരാം കേട്ടോ. ഇതുപോലൊരു ബോക്സിലാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഉള്ളിലിരുന്നെടുത്ത വീഡിയോ ആണ്. വെയിലടിക്കുന്നതുകൊണ്ട് ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വരും ദിവസങ്ങളിലുള്ള ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താലിമാല. പിന്നെ ഇതെൻ്റെ പ്രവാസിയായ എൻ്റെ ആങ്ങളെയാണ്. കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നേക്കാൾ വളരെ വളരെ വലുതാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് വരാൻ പറ്റാത്ത വിഷമത്തിൽ അവിടെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുക. കല്യാണത്തിന് കൂടാൻ പറ്റൂല എന്നാണ് അവൻ പറയണത്. പക്ഷേ അവൻ്റെ വാക്ക് എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ചിലപ്പോൾ തലേദിവസം കയറി വന്നുകൂടായികയെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബിരിയാണിയൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോൾ ശരിക്കും ഞങ്ങളിവിടെ ഒരു കല്യാണ വീടായി വന്നിരിക്കുകയാണ് ഗൈസ്. നല്ല ചെമ്പ് പാത്രം തലേ ദിവസം വീട്ടിൽ വെച്ചിട്ടാട്ടോ. വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമായിട്ടുള്ള ഒരു ചെറിയ പരിപാടി. പിറ്റേ ദിവസം നമുക്ക് റിസപ്ഷനാണ്. അതിനൊക്കെ വീഡിയോസ് വരും കേട്ടോ. അപ്പോൾ സ്റ്റേജ് കെട്ടാനുള്ള സംഭവമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അവിടെ മാല ബൾബ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ് മാല ബൾബ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ വീട് ശരിക്കും ഒരു കല്യാണ വീടാവും. അപ്പോൾ കല്യാണ വീടിൻ്റെ ചെറിയൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒക്കെ അങ്ങോട്ട് ഉഷാറാവാനുണ്ട്. അതൊക്കെ എന്താ പറയുക, മാല ബൾബൊക്കെ കണ്ട് വന്നാലാണ് സെറ്റ് ആവുള്ളൂ ഗൈസ്. നമുക്ക് ഈ സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റേജ് വരും. ദോൽക്കിനായിട്ട് ഉണ്ട് കേട്ടോ തലേ ദിവസം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എവിടെയൊക്കെയാണ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ബിരിയാണിയൊക്കെ ഇട്ട് അങ്ങോട്ട് അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ മാമ വന്നിരിക്കുന്നുണ്ട്. മോനിക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ജുബ്ബയാണ് കേട്ടോ ഡ്രസ്സ് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തയ്ച്ച് വന്നേക്കാണ്, മാമയാണ് തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ മാമ അവനെ മാക്സിമം സോപ്പ് ഇട്ടിട്ട് ആ ഡ്രസ്സ് എങ്ങനെ ഇടിക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാല ബൾബ് പരിപാടിയൊക്കെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീട് ഫുള്ള് ലൈറ്റ് വേണം. അതുപോലെ തന്നെ സൈഡിലുള്ള മരത്തിലും നല്ല പ്രകാശം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെയിനായിട്ട് നമുക്ക് വ്ളോഗ് എടുക്കാൻ നല്ല വെളിച്ചം വേണമല്ലോ. ഇവിടെ ആയിട്ടാണ് നമ്മൾ സ്റ്റേജ് സെറ്റ് ചെയ്യാൻ പോണത്. സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചത് തൊട്ടപ്പുറത്തെ വീട്ടിൻ്റെ മുൻവശത്താട്ടോ നമ്മൾ ഫുഡൊക്കെ കൊടുക്കണം. വീട്ടിൽ ആളില്ല, അവിടെ ആരും താമസമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അവിടെയാണ് ഫുഡ് കൊടുക്കണത്. അപ്പോൾ ഇപ്പോൾ വീട് ശരിക്കും കണ്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റൊക്കെ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ അപ്പം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇങ്ങനെ ഡെയിലി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എൻ്റെ വീട്ടിലേക്കുള്ള വഴി കാണിച്ചു തരാം കേട്ടോ. തങ്ങൾപ്പടി വന്ന റേഷൻ കട കഴിഞ്ഞ് 2ാമത്തെ വീടാണ് കേട്ടോ. അപ്പോൾ ആർക്കും വഴി തെറ്റേണ്ട. കല്യാണം പറഞ്ഞവരൊക്കെ വീഡിയോ കണ്ടെങ്കിൽ കറക്റ്റായിട്ട് വീട്ടിലേക്ക് വരിക. റിസപ്ഷനാണ് 5 to 10. അതിവിടെ അല്ല കേട്ടോ, റൗഹത്ത് ഹാളിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ താലിമാല എടുക്കുന്ന വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. അതുവരയ്ക്കും ബൈ.